ഇന്നലെ ഫാൻ ശരിയാക്കി കിട്ടിയോണ്ട് തന്നെ എന്താണെങ്കിൽ ആ ലീഫിനൊക്കെ ബാക്കി പെയിന്റ് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനും അനിയനും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. കാരണം ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉച്ചയാവും. രാവിലെ ഒന്നും എണ്ണിക്കാറ് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ അമ്പാടിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങോട്ടേ അല്ലാണ്ട് അവരുടെ കുടുംബശ്രീയുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കുറച്ച് പൈസ തരാൻ വേണ്ടി അവിടുന്ന് പൈസ മേടിച്ച് തിരിച്ചു വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഉണ്ണിയെ കൂട്ടി ഞാനാണെങ്കിൽ ബാക്കി ഇജാതി ഹാപ്പിനെസ് മൂവ്മെന്റ് എന്നപ്പോൾ നമുക്ക് ടോക്കൺ നമ്പർ 2 തന്നെ കിട്ടി. ഇങ്ങനെ ഫോമൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് നമ്മളാണെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തിരിച്ചറിഞ്ഞു. അവനെ കൊണ്ടുവിടാനായിട്ട് അവന്റെ വീട്ടിലോട്ട് വന്നപ്പോഴാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കേടാണ്, അതും ശരിയാക്കാനായിട്ട് കൊണ്ടുപോകും. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കുറെ നാൾക്ക് ശേഷം കാണാം. വേറെ നമ്മുടെ സർവീസ് വയറിലൊക്കെ നിൽക്കുന്ന ഇങ്ങനത്തെ കമ്പൊക്കെ വെട്ടിക്കളയുന്നത് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഇവരുടെ ഈ ടൈപ്പിന്റെ ആണെങ്കിൽ ആ മൂർച്ചയാണ്. നല്ല കനമൊക്കെ ഉള്ള വലിയ കമ്പൊക്കെ നിഷ്പ്രയാസമാണ് ഇതാണെങ്കിൽ വലിച്ചിട്ട്. വീട്ടിലോട്ട് വന്നപ്പോഴത്തേന് അവിടെ ഒരു കിൻഡലാണെങ്കിൽ ഒടിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മൂർച്ചയെ പറ്റി പറഞ്ഞില്ല, ഇതൊക്കെ ആണെങ്കിൽ അത് വെച്ച് വലിച്ചിട്ട് ഒടിച്ചിട്ടേക്കുന്നതിന്റെയൊക്കെ ചില്ല വെട്ടിയാണെങ്കിൽ ഇതൊന്ന് ക്ലിയർ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ഒറ്റ വെട്ടി തീരുന്ന സാധനമൊക്കെ ഞാൻ 2-3 വെട്ടി ഒരു വിധത്തിലെല്ലാം തീർത്തെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇലേനെ കാണുന്നത്. ബാക്കിയെല്ലാം ഈ മെയിൻ തടിയിൽ നിന്ന് ചില്ല വെട്ടി പോകുമ്പോഴാണെങ്കിൽ ഇതാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഇലയായിട്ട് മാത്രമായിട്ട് ഇരിക്കുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊഴിഞ്ഞു വീണ ഇലയെല്ലാം കൂടെ തൂത്തു മാറ്റിയപ്പോഴത്തേന് ആ പണി ശരിയാക്കി എടുത്തോണ്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇനി ഒരു റെഗുലേറ്റർ വേണം അതിന് വെക്കാൻ. പിന്നെ അതും പോയി മേടിച്ചിട്ട് വന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ കവാസാക്കിയുടെ അല്ലെങ്കിൽ കവാസാക്കിന്റെ പേരുള്ള ഒരു ബൾബ് ഹോൾഡർ മേടിച്ചു. അപ്പുറത്തെ വീട്ടിൽ മാങ്ങ കണക്കായിട്ടൊക്കെ കണ്ടപ്പോൾ അറിയാണ്ട് കയ്യൊന്നു പോയി. അങ്ങ് ഇതെല്ലാം ഉണങ്ങിയപ്പോഴത്തേന് അച്ഛനാണെങ്കിൽ അതെല്ലാം സെറ്റാക്കി വെക്കാനുള്ള ധൃതിയിലാണ്. ഇതിന്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് അച്ഛന്റെ ഒരു ഫ്രണ്ട് ഇലക്ട്രീഷ്യൻ വരും. അതിന് മുന്നേ ഞാനാണെങ്കിൽ കയറി അതാണെങ്കിൽ നട്ടും ബോൾട്ട് ഇട്ട് മുറുക്കി വെച്ചു. വൈകുന്നേരം കളിക്കാറായപ്പോഴത്തേന് കുറച്ചു നാൾക്ക് ശേഷം ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ പിന്നെയും കണ്ടു. വേറെ ടീം തിരിക്കാനായിട്ട് പേര് വിളിക്കുന്നതാണ്. വിളിയടാ പേര് ഇതാർക്കാ പേരൊക്കെ ഇട്ട് ടീമൊക്കെ തിരിച്ച് ഇനിയാണെങ്കിൽ ആരൊക്കെ തമ്മിലാണ് ആദ്യമേ കളിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആചാരം. രണ്ടങ്ങളിൽ ഇങ്ങനെ തർക്കം ഉണ്ടാകാന്ന് വെച്ചാൽ സ്വാഭാവികമാണ്. കൂട്ടത്തിൽ നല്ലതായിട്ട് വാദിക്കുന്ന ആരാണ് അവര് പറയുന്ന പോലെ ലാസ്റ്റിൽ എല്ലാവരും അംഗീകരിക്കും. ഞങ്ങൾ ഇവിടെ അടുത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു വണ്ടി വയ്യാണ്ടൊക്കെ ഇരിക്കായിരുന്നു. ഇന്ന് ഏതോ വണ്ടി ഇടിച്ച് ചേർത്തു. ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുമ്പോഴാണ് റോഡിൽ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടുകാരനാണ് ഈ പട്ടി. കുഴി എടുത്തോണ്ടിരിക്കുമ്പോഴൊക്കെ ഈ പട്ടിയാണെങ്കിൽ അതിന് ചുറ്റും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനെ കുഴിച്ചിട്ട് നല്ല സ്നേഹമുള്ള പട്ടിയായിരുന്നു. എന്തോ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വയ്യാണ്ടൊക്കെ ഇരിക്കായിരുന്നു. നീങ്ങാനൊന്നും വയ്യ. നമ്മുടെ ജ്യോതിഷായിരുന്നു അതിന് ഫുഡൊക്കെ കൊടുത്തോട്ടില്ല. ലാസ്റ്റ് കുഴിച്ചിടാനും ജ്യോതിഷന്റെ വേണ്ടി. എന്റെ സങ്കടം അവന് നല്ലതായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഗാനമേളയ്ക്ക് വിടാനായിട്ട് പെർമിഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അമ്പ. ഇവിടെ പെരിക്കിന് പുറത്താണെങ്കിൽ നടക്കുന്ന ഗാനമേളയ്ക്ക് എന്റെ ടൈമിൽ യേശുദാസിന്റെ അഴകെ എന്നുള്ള പാട്ടായിരുന്നു പാടിക്കോട്ടെ. പുള്ളി മേക്കപ്പ് ഒക്കെ ഇട്ട് യേശുദാസിനെ പോലെ പ്രിറ്റൻഡ് ചെയ്യാൻ നോക്കിയെങ്കിൽ യേശുദാസിനെ നാപ്റ്റോളിൽ നിന്ന് മേടിച്ച പോലെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അവിടുത്തെ വൈബ് കപ്പിൾസ്, രാജീവണ്ണനും പ്രിയ ചേച്ചി. അവര് നല്ല വൈബാണ്. ഞങ്ങളുടെ കൂടെ തുള്ളാനൊക്കെ എല്ലായിടത്തും അവരും. അപ്പാപ്പന്മാരുടെ റൊമാൻസ് ആയിരുന്നു അതിൽ ഹൈലൈറ്റ്. പിന്നെ നമ്മളും വിട്ടുകൊടുത്തില്ല, നമ്മളും തുള്ളാനായിട്ട് അങ്ങ് കൂടി. ഓക്കെ ബൈ, ബാക്കി നാളെ.